തുടരുമിന് ശേഷം ഇതാ തുടക്കം. വിസ്മയ മോഹൻലാൽ തുടക്കം. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമ ആശീർവാദ് സിനിമാസ്, ആന്റണി പെരുമ്പാവൂർ സെലിബ്രേറ്റ്സ് വിസ്മയ മോഹൻലാൽ തുടക്കം എന്നതാണ്. ലാലൻ്റെ പോസ്റ്റിങ്ങിലാണ് ഡിയർ മായക്കുട്ടി മേയർ തുടക്കം ബി ജസ്റ്റ് ദ ഫസ്റ്റ്, പിന്നെ ലൈഫ് ലോങ് ലവ് അഫെയർ വിത്ത് സിനിമ എന്നതാണ് എഴുതി സംവിധാനം ചെയ്യുന്ന ജൂഡ് ആന്റണിയാണ് നിർമ്മിക്കുന്നത്. ആശീർവാദ് സിനിമാസ് തന്നെ. ഒപ്പം വലിയ കാസ്റ്റ് സ്വാഭാവികമായിട്ടും ഒപ്പം ടെക്നീഷ്യൻസൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ പ്രണവ് മോഹൻലാലിന് ശേഷം അല്ലെ അദ്ദേഹത്തിൻ്റെ മകളും വിസ്മയാണിയിൽ കൂടുതൽ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. ഇപ്പോൾ അഭിനയ രംഗത്തേക്ക് കൂടി വരുന്നത് മോഹൻലാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേജിലൂടെയാണ് മകളുടെ ഈ ഒരു വിസ്മയകരമായ തുടക്കത്തിന് തുടക്കം കുറിക്കുന്നത്. പ്രണവ് മോഹൻലാൽ സിനിമയിലേക്ക് എത്തിയപ്പോഴും വിസ്മയ വരും എന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? കാരണം മുൻപും ഈ പറഞ്ഞ പോലെ പുസ്തകങ്ങളോടൊക്കെയാണ് താല്പര്യമെന്ന്. പക്ഷെ പ്രണവിനാണെങ്കിലും നമുക്കറിയാം യാത്രകളും ഒക്കെയാണ് താല്പര്യം. പക്ഷെ പ്രണവും സിനിമാ മേഖലയിലേക്ക് വന്നു. ഇപ്പോഴത്തെ മകളും സിനിമാ മേഖലയിലേക്ക് ആ പോസ്റ്റർ കാണാം. തുടക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററാണ്. നല്ല രസമാണല്ല. മോഹൻലാലിന്റെ ഇപ്പോൾ ഇറങ്ങിയ ഏറ്റവും ഒടുവിലത്തെ ചിത്രം തുടരുമാണെങ്കിൽ മകളിലേക്ക് വരുമ്പോൾ അത് തുടക്കമായി മാറുകയാണ്. മോഹൻലാൽ തുടരുമെന്നതാണ് ആ സിനിമയുടെ പേരിനെ വെച്ച് തന്നെ ആളുകൾ ആരാധകർ കൂടുതൽ ആവേശത്തോടെ പറഞ്ഞതാണ്. മോഹൻലാൽ എന്ന പ്രതിഭാസം അത് തുടരുക തന്നെ ചെയ്യുമെന്നതായിരുന്നു തുടരും നമ്മളോട് അറിയിച്ചത്. ഇപ്പോൾ തുടക്കം ഒരു വലിയ തുടക്കമാകട്ടെ. പൂജ ലക്ഷ്മി ചേർന്നു. പൂജ, എന്തായാലും മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച് വളരെ കൗതുകവും സന്തോഷവും ഒക്കെ ഉള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിഭയുടെ തുടർച്ച. അത് മകനുണ്ട്, മകളും ആ വഴിയിലേക്ക് വരുന്നു എന്നത്. എന്താണ് ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ലഭ്യമാണോ? ഏത് ജോണർ, ത്രില്ലറാണോ, എന്താണ് സംഭവം? എന്തായാലും ഒരു ഗംഭീര തുടക്കം തന്നെ ആകട്ടെ എന്ന് മലയാള സിനിമാ ലോകം ഈ നിമിഷം മുതൽ ആഗ്രഹിക്കുകയാണ്. കാരണം വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതിനൊരു വലിയൊരു സർപ്രൈസ് എൻട്രി തന്നെയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രണവ് മോഹൻലാൽ എത്തിയിരുന്നു. അതിന് പിന്നാലെ വിസ്മയ ചിത്രത്തിലേക്ക് എത്തുമോ, സിനിമയിലേക്ക് എത്തുമോ എന്ന് പല തലങ്ങളിൽ നിന്നും പല സമയത്തും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അതിലൊന്നും പിടിതരാതെ മാറി നിൽക്കുകയായിരുന്നു. കാരണം എഴുത്ത്, ചിത്രരചന, ആയോധന കല, അങ്ങനെ അവരുടേതായ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വിസ്മയ പെട്ടെന്ന് സിനിമയിലേക്ക് എത്തുന്നു എന്ന് പറയാം. തീർച്ചയായിട്ടും അത് സിനിമാ ലോകത്ത് അത്ഭുതം തന്നെയായിരിക്കും. എന്തായാലും ആശീർവാദ് സിനിമാസിന്റെ 37ാമത് ചിത്രത്തിൽ വിസ്മയ മോഹൻലാൽ ഒരു തുടക്കക്കാരിയാകുന്നു. അങ്ങനെ സിനിമയിലേക്ക് എത്തുന്നു. തുടക്കം എന്നാണ് ചിത്രത്തിന്റെ പേര്. ജൂഡ് ആന്റണി ജോസഫിന്റെ ചിത്രമാണ്. ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസിലൂടെ എത്തുന്നു എന്നുള്ളത് നടൻ മോഹൻലാൽ തന്നെയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഡിയർ മായക്കുട്ടി, വിസ്മയ മോഹൻലാൽ എന്നാണെങ്കിൽ പോലും മായ എന്നാണ് വിളിക്കുന്നത്, പ്രണവിനെ അപ്പു എന്നാണ് വിളിക്കുന്നത്, അങ്ങനെ അറിയാം. ഡിയർ മായക്കുട്ടി, മേയോർ തുടക്കം ബി ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ലൈഫ് ലോങ് ലവ് അഫെയർ വിത്ത് സിനിമ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ ആ ഒരു തുടക്കം, അതിന്റെ ആ ഒരു പോസ്റ്റർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും പ്രണവ് മോഹൻലാൽ സിനിമയിൽ എത്തിയപ്പോൾ ഒരുപക്ഷെ അതൊരു സർപ്രൈസ് ആണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലായിരുന്നു. കാരണം ബാലതാരമായിട്ടൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ സിനിമയിൽ പ്രണവ് മോഹൻലാലിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വരവായിരുന്നു പ്രണവിൻ്റേത് എന്നുണ്ടെങ്കിൽ ഇതൊരു സർപ്രൈസ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് മോഹൻലാൽ തന്നെ പുറത്തേക്ക് വിടുന്നു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ ഒരു കാര്യം കൂടി. അതിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗംഭീര തുടക്കമാകട്ടെ, അത് തുടരുകയും ചെയ്യട്ടെ. ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് എന്നതായിരുന്നു വിസ്മയ മോഹൻലാൽ എഴുതിയ പുസ്തകം. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് റോസ്മേരിയാണ്. അത് നക്ഷത്ര ധൂളികൾ എന്ന പേരിലാണ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ നക്ഷത്രമാണ് മോഹൻലാൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ആ നക്ഷത്രത്തിൻ്റെ തുടർച്ച മകളിലൂടെയും ഒക്കെ സംഭവിക്കട്ടെ. നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്നതാണ്. ഒരു സ്റ്റാറിൻ്റെ മകൾ വരുന്നതിൽ എന്താണ് ഇത്ര ഗംഭീരമാക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ അത്ര വലിയ സംഭവമാണ് മലയാളികൾക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച എന്ന നിലയിൽ മകൾ കൂടി അതിലേക്ക് വരുന്നത് ഇതൊരു സർപ്രൈസ് ആണ്. വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് വരുമെന്നത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ്. പൂജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വരയുമായി ബന്ധപ്പെട്ടും ഈ പുസ്തക രചനയൊക്കെയായി ബന്ധപ്പെട്ടും വിസ്മയ ആ മേഖലകളിലൊക്കെ സജീവമായിരുന്നു, ആയോധന കല ഒക്കെ ആയും ബന്ധപ്പെട്ട്. പക്ഷെ അഭിനയത്തിലേക്ക് കടന്നു വരുമെന്നൊരു ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു എൻട്രി. അത് തുടക്കം, അത് ഗംഭീരമാകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം ജൂഡ് ആന്റണിയെ കുറിച്ച് കൂടി പറഞ്ഞു. നമുക്കറിയാം 2018 എന്ന സിനിമ എടുത്ത് മലയാളികൾ അനുഭവിച്ച ആ വേദന മുഴുവൻ അപ്രവാളിയിലേക്ക് പകർത്തിയതാണ്. പിന്നീട് ചില സിനിമകളുടെയൊക്കെ ലാലേട്ട എനിക്കും ഡേറ്റ് കിട്ടിയിരുന്ന അങ്ങനെ എന്തോ കമൻറ്റുകളൊക്കെ ഇടയ്ക്ക് വന്ന എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ജൂഡ് ആന്റണി മോഹൻലാലിൻ്റെ മകളുമായി ഒരു സിനിമയ്ക്കൊപ്പം ചേരുന്നു. വളരെ നല്ല, അല്ലെങ്കിൽ ഏത് ജോണറാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. പോസ്റ്റർ കണ്ടിട്ട് കുറച്ചൊരു ഒരു ത്രില്ലർ സ്വഭാവം ഉണ്ട് എന്നാണ്. തുടക്കമെന്ന ആ എഴുത്ത് അതിലൊരു ചെറിയ ഒരു വരകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയായിരിക്കാം.
പ്രത്യേകിച്ചും മാർഷൽ ആർട്സിലൊക്കെ കുറച്ച് താല്പര്യമുള്ള ആളാണ് വിസ്മയ എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആക്ഷൻ സാധ്യതകളൊക്കെ പരീക്ഷിക്കുന്ന ചിത്രമായിരിക്കാം. പ്രണവിനെ എല്ലാ രീതിയിലും ഡയറക്ടേഴ്സ് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ, പ്രണവിന്റെ ഓട്ടവും ചാട്ടവും ഒക്കെ. അപ്പൊ വിസ്മയെയും അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പൂജ തുടരുന്നുണ്ട്. പൂജ, ഈ സിനിമ, ഈ ഒരു പോസ്റ്റർ തുടക്കം എന്ന് പറയുന്നത് നമുക്കൊരു അത്രയും പ്രതീക്ഷയുണ്ട്, നല്ല തുടക്കമാകട്ടെ എന്നതൊക്കെ. കൂടുതൽ ജൂഡ് ആന്റണിയുടെ അതും നമ്മൾ പറയണം, മലയാളികൾക്ക് ഒരുപാട് പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ വരുമ്പോഴും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു പോസ്റ്റ് വെറും 6 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അതിന് മുന്നിൽ വന്നിരിക്കുന്ന കമന്റുകളെല്ലാം തന്നെ ആശംസകളുണ്ട്. എന്തായിരിക്കും ഇതിന്റെ ഒരു പ്രമേയം, ഏത് റോൾ ആയിരിക്കും, മാത്രമല്ല മോഹൻലാൽ ഒരു ക്യാമിയോ റോളിലെങ്കിലും എത്തുമോ എന്ന് തുടങ്ങിയ സംശയങ്ങൾക്ക് എല്ലാവരും തന്നെ ഇതിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സിനിമാ ലോകത്തേക്ക് എത്തിയ മായക്കുട്ടിക്ക് എല്ലാവരും ആശംസകളൊക്കെ നേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജൂഡ് ആന്റണിയുടെ ചിത്രമാണ് ഓം ശാന്തി ഓശാന നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. 2018 അതിപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. ഗംഭീരമായ ചിത്രങ്ങൾ അഭിനയമായാലും നമുക്ക് മുന്നിലേക്ക് തന്നിട്ടുണ്ട് ജൂഡ് ആന്റണി. ജൂഡ് ആന്റണിയുടെ ചിത്രത്തിലൂടെ തന്നെയാണ് എന്തായാലും വിസ്മയ തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. ഇനി മോഹൻലാൽ അതിൽ ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ, ഇതൊരു ആക്ഷൻ ചിത്രമാണ് എന്നായിരുന്നു തർക്കമില്ല. കാരണം തുടക്കം അതിൽ അമ്മ അവസാനിക്കുന്നതിന്റെ നടുക്കുള്ള പൊട്ട് മുഷ്ടി ചുരുട്ടിയുള്ള ഇടിയാണ്. കണ്ടോ, ആ പോസ്റ്റർ ശ്രദ്ധിച്ചാൽ പ്രേക്ഷകർക്കറിയാം. ആ ഇടിയിൽ വരുന്ന വിള്ളലുകളാണ് ആ തുടക്കം എന്ന എഴുത്തിൽ മുഴുവനുള്ള വിള്ളലുകൾ. അതായത് ഒരു വലിയ ഇടി അല്ലെങ്കിൽ ഒരു ഇടിപ്പടം തന്നെയാണ്. എനിക്ക് തോന്നുന്നു വിസ്മയ മോഹൻലാലിനെ വേറൊരു ഒരു രൂപത്തിൽ സിനിമയിൽ അവതരിപ്പിക്കാൻ അത് പറയുമ്പോൾ ഈ കമന്റിനകത്ത് അതിനകത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒന്നുകൂടി പറയട്ടെ, അതിൽ കരാട്ടയിലെ ഒരു പോസ് ഉണ്ടല്ലോ, കൈകൾ ഇങ്ങനെ കൈപ്പത്തി മുമ്പിലേക്ക് ഉയർത്തുന്ന, അതാണ് ആ തുടക്കം. തായിൽ വരുന്നത് കൈ അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു മാർഷൽ ആർട്സ് സിനിമയാണ് എന്ന് ഏകദേശം ഉറപ്പിക്കാം. ആ ചിഹ്നങ്ങളെല്ലാം ആ പേരിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും തന്നെ എന്നുള്ളതാണ്. അത് പല കമന്റുകളായിട്ട് ആ ഒരു പോസ്റ്റിന് താഴെ വരികയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു, സിനിമാ ലോകത്തിന് അറിയാവുന്നതാണ്. ഇപ്പോൾ വിസ്മയുടെ പേര് വന്നതുകൊണ്ട് തന്നെ ആയോധന കല അത് തായ്ലൻഡിൽ നിന്ന് ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കാലം മുമ്പ് മോഹൻലാലിൻ്റെതായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായപ്പോൾ വിസ്മയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ ഒരു പോസ്റ്ററും ഒരു ഇടിപ്പടമായിരിക്കും, അല്ലെങ്കിൽ തുടക്കമാകട്ടെ, മികച്ചൊരു കരിയറിലൊരു സ്റ്റാർട്ടിംഗ് ഒക്കെ ആകട്ടെ. ഇപ്പോൾ